ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. അപ്പം നമ്മളിന്ന് വന്നിരിക്കണത് നമ്മൾ കുറേ ദിവസമൊക്കെ അയക്കണം കേട്ടോ, ഒരു ഡേ മൈ ലൈഫ് എന്നൊക്കെ പറയുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇന്ന് അങ്ങനെ ആക്കിയാലോന്ന്. അപ്പോൾ നമുക്ക് ബീഫുണ്ട്, ആ ബീഫിക്ക് നല്ലൊരു കോമ്പിനേഷൻ, നല്ലൊരു കറിൻ്റെ റെസിപ്പി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ട് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ ചോറ് വെന്തിക്കണം കേട്ടോ. അപ്പോൾ ചോറൊന്ന് വാർത്തി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്നൊന്ന് പോയോന്നൊരു ചിലപ്പോൾ ഒരു ബാലൻസ് പോവും. അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോ ഒന്ന് കട്ട് ചെയ്തില്ല കേട്ടോ, എന്തൊക്കെ മെൻഷനിൽ ഉണ്ടാവേണ്ടതന്നെയല്ലേ. അപ്പോൾ ഞാനെന്താ ബീഫൊക്കെ കൈകി കൊണ്ടുവന്ന് വെച്ചിക്കണേ. അപ്പോൾ ആ ബീഫൊന്ന് കായം കൂട്ടണം കേട്ടോ. അപ്പോൾ ഒരു നാടൻ രീതിയിലാട്ടോ നമ്മൾ ബീഫ് വെക്കേണ്ടത്. അപ്പോൾ പണ്ടത്തെ അമ്മമാരൊക്കെ താഴത്തൊക്കെ കുത്തിർന്നുകൊണ്ടാണ് കേട്ടോ കായം കൂട്ടൽ, ഇത് മസാലയൊക്കെ റെഡിയാക്കൽ. അപ്പോൾ ഇപ്പോൾ പിന്നെ ഒതുങ്ങാൻ കഴിയില്ലല്ലോ, അപ്പോൾ തടി ഇങ്ങനെ കൂടിയിട്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ ക്യാമറയ്ക്ക് എന്ത് കിട്ടും വേണം, അങ്ങനെ ആക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 2-3 വലിയ ഉള്ളിയും, അപ്പോൾ 1 കിലോ ബീഫ് ഉണ്ടാവും കേട്ടോ. ഇത് പള്ളിയിൽ നിന്ന് കിട്ടിയ ഇറച്ചിന്, പിന്നെ 2 ദിവസമൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ അങ്ങനെ ഇപ്പം മീനിനൊക്കെ ഭയങ്കര പഞ്ചമുള്ള മീൻ കൂട്ടാൻ പാടില്ലാന്നും കഴിക്കാൻ പാടില്ലാന്നും പലതും ഇങ്ങനെ കേൾക്കണമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ബീഫ് അണിച്ചിട്ട് നമുക്ക് ഡെയിലി ഒന്നും കഴിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ബീഫിക്ക് ഞാൻ 2 വലിയ ഉള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും ഇതൊക്കെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാട്ടാ. തക്കാളി ഉള്ളിയൊക്കെ, അപ്പോൾ തക്കാളി ഒരു 4-5 തക്കാളിയൊക്കെ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലേശം പച്ച പോലത്തെ തക്കാളിയൊക്കെ നല്ലത് കേട്ടോ ബീഫിക്ക്. അപ്പോൾ ഒരു പുളിപ്പ് രസമൊക്കെ വരുമ്പോൾ ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ തക്കാളിയൊക്കെ മുറിച്ചിട്ട് കൊടുത്ത്, അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരോടും നമ്മൾക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ടും സഹകരണമൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റണുള്ളൂ. അപ്പോൾ ഉപ്പ് കല്ലുപ്പിട്ട് കൊടുത്ത്, പിന്നെ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ കരുതി കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കി വെച്ചതേന് കേട്ടോ. അതിങ്ങനെ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് നമ്മളെടുത്തുണ്ടായാൽ നമുക്ക് ഇറച്ചി ഉണ്ടാക്കാൻ ഒരു പണിയില്ലല്ലോ. അപ്പോൾ ഒരു സ്പൂണ് ഉലുവ, പച്ച ഉലുവി ഇട്ടെടുത്ത്, 1 സ്പൂണ് മുഴുവൻ പെരിഞ്ചീരകം കേട്ടോ. പെരിഞ്ചീരകം പൊടിയായിട്ട് ആക്കിയിട്ടില്ല. പൊടി പിന്നെ നമ്മൾ മല്ലിയിലൊക്കെ ഇട്ട് വറുത്തതാണ്. പിന്നെ നമ്മൾ ബീഫൊക്കെയായിട്ട് മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിന് ഇവിടെ. അത് ഞാൻ ഒരു 2-3 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ എല്ലാം അടങ്ങിയ പിന്നെ മസാലയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ആദ്യമൊക്കെ ഇട്ടിക്കണ്. അപ്പോൾ ഒരു കൂട്ടുകാർ ചോദിച്ചിന് നിങ്ങൾ ഗരം മസാല ഇടുന്നത് റെസിപ്പി ഇടുമെന്ന്. അപ്പോൾ നമ്മളടുത്ത് ഇപ്പോൾ മസാലയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് അതിൻ്റെ ലിങ്ക് ഒന്ന് കൊടുക്കാമെന്ന് കേട്ടോ. ഇതിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടു നോക്കിക്കോട്ടെ. അപ്പം ഇനി നമ്മൾ ഉണ്ടാക്കുമ്പോൾ കാണിക്കുകയും ചെയ്യാം. അപ്പോൾ അതിക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഒക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ബീഫ് മസാല ഒക്കെ ഇട്ട് കൊടുത്തിക്കണേ. അപ്പോൾ നന്നായി ഒന്ന് കുഴച്ച് റെഡിയാക്കിക്കാണ്ട് നമ്മൾ കുക്കർക്ക് തന്നെ കേട്ടോ വെക്കേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ കൈയൊന്ന് കൈക്കിങ്ങാണ്ട് ആ വെള്ളം ഒന്ന് അതിക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണില്ല. അപ്പോൾ ബീഫും ഒരു വരട്ടുമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ പിന്നെ കറിവേപ്പില ഞാൻ മറന്ന്, അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലൊക്കെ കൊണ്ടുവന്നുകാണ്ട് ബീഫിക്ക് കുറച്ച് അത്യാവശ്യം അധികം കറിവേപ്പിലൊക്കെ ഇടുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ ഈ കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിക്കണ്. അപ്പം നമുക്ക് അതിക്ക് ഞാൻ പറഞ്ഞത് നല്ലൊരു കറീൻ്റെ കോമ്പിനേഷന്, അതിക്ക് കോമ്പിനേഷനായ നല്ലൊരു കറി ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിന് ഞാൻ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിക്കണ് കേട്ടോ. അപ്പം നല്ല ഒരു മുളകുണ്ട്, അത് കടയിൽ നിന്ന് കൊണ്ടുവന്നത് തന്നെയാണ്. അപ്പോൾ ഒരു 5-6 മുളക് അതിന് നടുവൊന്ന് കത്തിയോണ്ട് ഒരു ഓട്ടാക്കുകയാണ് കേട്ടോ. അല്ല ഞാൻ വെളിച്ചെണ്ണയിൽ കണ്ടിടുമ്പോൾ പൊട്ടിത്തെറുക്കാൻ തുടങ്ങും. അപ്പോൾ അത് നല്ലണ്ട് ഓട്ടാക്കി കാണ്ട് നമ്മൾ ഈ വെളിച്ചെണ്ണയിലിട്ട് കാണ്ട് ഒന്നുണ്ട് വയറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബീഫ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു കറി വെക്കേണ്ടത് നല്ലതാട്ടോ. അല്ല ഞാൻ ബീഫ് കറിയാക്കി ഒന്നായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഭയങ്കര കൊളസ്ട്രോള് ഒക്കെ ഉണ്ടാവും കേട്ടോ. സ്ട്രോക്ക് പല സോക്കോടും ഉണ്ടാകണ്ടല്ലേ. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട, നമ്മൾ വേറൊരു കറി അതിക്ക് നല്ല ഒരു കറിയാണ് ഇട്ടത്. അപ്പോൾ അതിൻ്റെ കൊളസ്ട്രോളൊക്കെ ഒഴിവാകുന്ന ഒരു കറിയാണ്. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഞാൻ കടുക് ഇടണില്ല കേട്ടോ. ഉലുവയാണ് കുറച്ച് 1 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഇട്ടാൽ പിന്നെ അത് കഴിച്ചെന്ന് വരും. അപ്പോൾ ഉലുവ ഇട്ടുകാണ്ട് അപ്പോൾ അതിക്കതാ ഒരു 2 വറ്റൽ മുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇട്ടത്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കേണ്ടി ബീഫൊക്കെ ഉണ്ടാക്കുമ്പോഴേ. അപ്പോൾ അതൊരു 5-8 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഇനി ലേശം ഇഞ്ചിയും വെള്ളുള്ളി ഞാൻ ചെറുതാക്കി അരിഞ്ഞതാട്ടത്, പേസ്റ്റ് ആക്കിയിട്ടില്ല, അങ്ങനെ ചെറുതാക്കി അരിഞ്ഞത്. ഇത് കുറച്ച് കൂടുതലൊക്കെ നല്ലതാട്ടോ ബീഫൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ. അപ്പോൾ അതും ഒന്ന് ഇതിലിട്ടുകാണ്ട് ഒന്ന് വഴറ്റിക്കണം.
അപ്പം ഞാൻ തേങ്ങ കുറച്ച് നല്ല ജീരകവും കൂട്ടിക്കാണ്ട് അരച്ചതാട്ടത്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇങ്ങനത്തെ മോരുകറി ആകുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടുതൽ എടുക്കേണ്ടത് നല്ലതാണ്. അത് തേങ്ങ കൂട്ടി അരച്ചാൽ അധികം ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല ജീരകവും തേങ്ങയും മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് അരച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ ഉണ്ട് പാരുന്നതിൻ്റെ ശേഷം തിളക്കാൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ വാട്ടി വെച്ച മുളക് ഉണ്ടല്ലോ, അപ്പോൾ അത് ഒന്ന് തീക്ക് ഇട്ട് കൊടുക്കട്ടോ. അപ്പം ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് വേറൊരു സാധനം കൂടിയൊക്കെ ചേർത്താനുണ്ട്. അപ്പോഴല്ലേ നമ്മൾ മോരുകറി ആവുള്ളൂ, നമ്മളെ തൈരാണ് കേട്ടോ. അപ്പോൾ തിളച്ച് ആ തള നിന്നതിന് ശേഷം നമുക്ക് കുറച്ച് മോരല്ല തൈരാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ തൈര് ഇങ്ങനെ അടിച്ചുങ്ങാണ്ട് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒഴിക്കാം. ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഒഴിക്കേണ്ടത്. ചെറിയ ഓട്ടാക്കിക്കാണ്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ അതിങ്ങനെ പിന്നെ ഉടഞ്ഞിട്ട് വരും കേട്ടോ. അപ്പോൾ തള നിന്നതിന് ശേഷം ഞാൻ കുറച്ച് തൈര് അധികം ഒഴിച്ചിക്കണം ഇട്ടത്. പുളിയൊന്നും ഇല്ലാത്ത കറിയല്ലേ, മുളകല്ലേ, മുളകുമൊന്നും പുളിയൊന്നും വരില്ല. അപ്പോൾ ഇങ്ങനത്തെ കറി ബീഫിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അല്ലാതെ സ്വന്തമായിട്ട് കൂട്ടുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇഞ്ചി വെള്ളുള്ളിൻ്റെയും ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഹെൽത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ നല്ല കറിവേപ്പില അതിന് മേലിട്ട് കൊടുത്തിക്കണേ. അപ്പോൾ ഇനി വറവൊന്നും ഇടുന്നില്ല, അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ബീഫൊക്കെ വെന്ത് സെറ്റായിക്കണം കേട്ടോ. അപ്പോൾ നമ്മളൊരു ഇരുമ്പിൻ്റെ ചീൻചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിക്കണേ. അപ്പോൾ അതിക്ക് ഒരു കഷ്ണം പട്ട, ഗ്രാമ്പൂ, ഏലക്കായും ഒക്കെ ഈ 2 കഷ്ണം ഇക്കാണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ഏലക്കായും ഒക്കെ ഇട്ടുകാണ്ട് ഒന്ന് മൂപ്പിച്ചുകാണ്ട് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് ഒരു വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഒന്ന് നമുക്ക് മൂപ്പിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 സർവ്വസുഗന്ധിൻ്റെ ഇല ഇട്ടത്, അത് നമ്മളെ മുറ്റത്ത് ഉണ്ടായതുകൊണ്ട് എടുത്തതാണ്. അത് നല്ല ബീഫിക്ക് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ 2 സർവ്വസുഗന്ധിൻ്റെ ഇല അരിഞ്ഞുകാണ്ട് കഷ്ണാക്കിക്കാണ്ട് അത് ആ ഇതിലിട്ടുകാണ്ട് ഒന്ന് മൂപ്പിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ബീഫ് എടുത്തുകാണ്ട് മുഴുവൻ തീക്കണ്ട് ഒഴിച്ചിക്കണം കേട്ടോ. അപ്പോൾ നെയ്യൊക്കെ ആയിട്ട് വല്ലാതെ ഇറച്ചിണ്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഇതിൻ്റെ കുരുമുളകിൻ്റെ പൊടി എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ആദ്യം ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ ലേശം വേഗം മുറുകാനും നന്നേ. അപ്പം കുരുമുളകിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാ. അപ്പോൾ ഒന്ന് നല്ല ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ കുറച്ചുകൂടി ഉപ്പിട്ട് പിന്നെ ഒരു പൊളി ചെറുനാരങ്ങ ഒന്ന് പിഞ്ഞ് കൊടുത്ത് അതൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് അതിനുള്ള മട്ടമോണം ചെയ്താൽ മതി. അപ്പോൾ നല്ല വെറുജോർക്ക് പറ്റിയ ബീഫാണ് കേട്ടത്, ബീഫ് വരട്ട്. അപ്പോൾ അത് ഞാൻ അടുപ്പത്തേക്ക് മാറ്റാൻ പോകണം കേട്ടോ. അടുപ്പത്താവുമ്പോൾ അങ്ങനെ കുറച്ചൊന്ന് തിളച്ച് വറ്റണം, എല്ലാം കൂടി ഗ്യാസ് മേൽ വെക്കണ്ട വിചാരിച്ചുകൊണ്ട്. അപ്പോൾ അത് അടുപ്പത്തേക്ക് മാറ്റി. അപ്പം നമുക്ക് അതിക്കൊരു ഉപ്പേരി ഉണ്ടാക്കണം കേട്ടോ, തോരന്. അപ്പോൾ കാബേജ് അരിഞ്ഞതും, അപ്പോൾ അതിക്കൊരു ചെറിയ കഷ്ണം ക്യാരറ്റ് അരിഞ്ഞത് കേട്ടോ. അപ്പോൾ അതിക്ക് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇട്ടിക്കണേ, പിന്നെ ചീരാമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ടിക്കണേ, ഒരു ലേശം തേങ്ങ ഇട്ടാ. തേങ്ങക്കൊക്കെ ഇപ്പോൾ ഭയങ്കര പഞ്ചാണ്, അപ്പം കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇനി നന്നായിട്ട് കുഴച്ചിക്കാണ്ട് നല്ലൊരു കുഴച്ച് റെഡിയാക്കട്ടോ. അപ്പോൾ ഈ പണ്ടുള്ള ആൾക്കാർ ഇങ്ങനെയായിട്ട് ചെയ്യൽ. അതിക്ക് കർമൂസച്ചാറാണ് ഉണ്ടാക്കൽ. അതിന് നമ്മൾ മോരുകറി ഉണ്ടാക്കി ബീഫ് വരട്ടിയതും അതിക്കൊരു കാബേജ് ഉപ്പേരിയും പിന്നെ വെണ്ടക്കമുളക് ഇട്ടവും ഉണ്ടാവലുണ്ട്. അപ്പം വെണ്ടക്കമുളക് ഇട്ട ഉണ്ടാക്കിയിട്ടില്ല, എല്ലാം കൂടി ആകുമ്പോൾ കഴിക്കാനും ആളില്ല ചേട്ടാ, നമ്മളതിനകത്ത് ആളൊന്നുമില്ല. അപ്പോൾ പിന്നെ പപ്പടം പൊരിക്കാൻ നോക്കുമ്പോൾ ഞാൻ അൽമണിച്ചട്ടി അങ്ങനെ വെക്കലില്ല ചേട്ടാ. കാബേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അൽമണിച്ചട്ടി വെച്ചതാണ്. അപ്പോൾ നോക്കുമ്പോൾ പപ്പടം ഇങ്ങനെ ഡാൻസ് കളിച്ചായി കിടന്നുങ്ങാണ്ട്. ഇരുമ്പിൻ്റെ ചട്ടിയിലാട്ടോ പപ്പടം പൊരിക്കൽ. അപ്പം പപ്പടം പൊരിച്ച് ഇനി അതിലാണ്ട് ഇതുണ്ട് വേവിക്കട്ടാ. അപ്പോൾ ലേശം പൊട്ടുകടലുണ്ടല്ലോ, അത് ഞാൻ വെളിച്ചെണ്ണ ഇട്ടുകാണ്ട് മൂപ്പിക്കാണ്. കടുക് കൊണ്ടുവന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അല്ല, അതുകൊണ്ടല്ല, കടുക് ഇട്ടതിന് ശേഷമാണ് ഈ പൊട്ടുകടലിട്ട് കൊടുക്കൽ. അപ്പോൾ നമ്മൾ കാബേജ് അതിക്കിട്ടുകാണ്ടുള്ള വേവിക്കുകയാണ് കേട്ടോ. ലേശം മഞ്ഞൾ കൂടിയും തോന്നുന്നുണ്ട്. അപ്പം ഇനി ഒന്ന് അടച്ചിട്ട് വേവിക്കുക. അപ്പോൾ അത് വെന്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഒന്നും കൂടി പറഞ്ഞു തോന്നുന്നു, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലീൻ്റെയും ഒക്കെ ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളൊക്കെ സപ്പോർട്ടും സഹകരണവും ഒക്കെ നമ്മളൊപ്പം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണേ. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ബീഫൊക്കെ അടുപ്പത്ത് വെച്ച് നല്ലാണ്ട് വരട്ടി ഇറച്ചിയായി മാറിക്കണം കേട്ടോ. അപ്പോൾ വെറുംചോറുക്ക് നല്ലൊരു ചെറിയൊരു നീരൊടുക്കുക, നല്ലൊരു പഴയ കാലത്തെ വരട്ടാണ് ഇട്ടത്. അപ്പോൾ നമ്മളെ ബീഫ് വരട്ടൊക്കെ ഇവിടെ റെഡി ആക്കണേ. അപ്പോൾ ചോറൊക്കെ വിളമ്പിക്കാണ്ട് ഞാൻ ചോറിങ്ങനെ വെക്കണതിൻ്റെ അടിയിൽ ഒന്ന് വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചുകാണ്ട് വെച്ചതിന് ശേഷം കേട്ടോ പിന്നെ അസൂടി കറിയൊക്കെ ഒഴിച്ചുകാണ്ട് ഒന്ന് വീഡിയോ എടുത്തത്.
അപ്പം നമ്മൾ ഇനിയും നല്ല വീഡിയോസായിട്ട് ഇനിയും വരും. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.